ബെരാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇന്നൊരു സംഭാഷണ രീതിയിലാണ് ഈ പ്രോഗ്രാമിൽ നടത്തുന്നത്. ചോദ്യോത്തരങ്ങളുമായി ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത്. എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ബ്രദർ വർഗീസ് ജോർജാണ്. സ്വാഗതം ചെയ്യും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശ്വാസമെന്ന വിഷയമായിരുന്നു ചർച്ച ചെയ്തത്. ഈ എപ്പിസോഡിൽ ആരാധന എന്ന മറ്റൊരു വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആരാധന എന്നതിന് വിശ്വാസം എന്നതുപോലെ തന്നെ വിവിധ ദുർവ്യാഖ്യാനങ്ങൾ നമ്മുടെ സഭകളിലും പൊതുസമൂഹത്തിലുമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ആരാധന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ? ആരാധന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരിക്കും പേ ഹോമേജ് എന്നാണ്. അതായത് ദൈവത്തിന് മഹത്വം കൊടുക്കുക, അല്ലെങ്കിൽ വർത്തിഷിപ്പാണ്. വർഷിപ്പ് മീൻസ് അത് വർത്തിഷിപ്പ് എന്ന് പറഞ്ഞ ഗോഡ് ഈസ് വർത്തി ടു ബി ഓണേഡ്. ഇപ്പോൾ ദൈവത്തിന് മഹത്വം കരയറ്റുക, ദൈവം ആരെന്നുള്ള ആ ഒരു ഔസംനെസ് ഓഫ് ഗോഡാണ്. അതാണ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോഴാണ് അത് വർഷിപ്പായിട്ട് മാറുന്നത്. വി ബോ ഡൗൺ ആൻഡ് വർഷിപ്പ് ഹിം, ബോ ഡൗൺ ആൻഡ് വർഷിപ്പ് ഹിം എന്ന് പറഞ്ഞാൽ അവൻ്റെ മുമ്പിൽ വീണ് അവൻ്റെ മഹത്വം എത്ര വലുതെന്ന് ഡിക്ലെയർ ചെയ്യുന്നതാണ് ശരിക്കും വർഷിപ്പ് എന്ന് പറയുന്നത്. ആ ഒരു വർഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിലൂടെ നമ്മൾ ദൈവത്തെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുവരെ ദൈവത്തെക്കുറിച്ച് അങ്ങനെ ഒരു നല്ല പിക്ചർ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലായിരുന്നു, ഭാഗ്യമായി മാത്രമുള്ള. എന്നാൽ യേശുക്രിസ്തുവിലൂടെ നമ്മൾ ദൈവം ആര് എന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് നമ്മുടെ വർഷിപ്പ് കൂടുതൽ ആഴമുള്ളതായിട്ടുണ്ട്. കാരണം വി നോസ്, ഇപ്പോൾ ദൈവത്തെ അറിയാം. ഇപ്പോൾ നമ്മൾ അവൻ്റെ നീതിയെ നോക്കുമ്പം, വിശുദ്ധിയെ നോക്കുമ്പം, തേജസ്സിനെ നോക്കുമ്പം, സ്നേഹത്തെ നോക്കുമ്പം, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചെയ്ത കാര്യങ്ങളെ ഓർക്കുമ്പം നമ്മുടെ ഓസംനെസ്സിനകത്തു നിന്നാണ് ദൈവം എത്ര വലിയ ദൈവം, എത്ര മഹാനായ ദൈവം, അതിനകത്താണ് നമ്മുടെ ഉള്ളിൽ വർഷിപ്പ് ഉണ്ടാകുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. അപ്പം നമ്മളും ദൈവം തമ്മിലുള്ള അകലമാണ് ഈ വർഷിപ്പിന് കാരണം. ഇപ്പം നമ്മൾ രണ്ടുപേരും സുഹൃത്തുക്കൾ തോളത്ത് കയറ്റി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ വേറെ ആളെ ഒരിക്കലും വർഷിപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ദൈവവും നമ്മളും തമ്മിലുള്ള സ്റ്റാറ്റസിലുള്ള, അതായത് യാഥാർത്ഥ്യത്തിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഗ്രേഡ് ഡിഫറൻസ്. ഞാൻ ഇത്രയേ ഉള്ളൂ, ദൈവം എല്ലാമാണ്. അപ്പോൾ അതാണ് എൻ്റെ ആ ഗ്യാപ്പ് ക്രിസ്തുവാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഔസംനെസ്സിലേക്ക് എനിക്ക് പ്രവേശനം യേശുക്രിസ്തു മൂലം ലഭിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഗ്യാപ്പ് കർത്താവ് കവർ ചെയ്തതാണ്. അതാണ് ഈ വർഷിപ്പിന് ആധാരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ക്രിസ്തുവിലൂടെ ദൈവം ആരെന്ന് മനസ്സിലാക്കുകയും ഈ കുഞ്ഞാടിനെ, എനിക്ക് വെളിപ്പെടുത്തുന്ന കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ, എന്നെ സൃഷ്ടിച്ച ദൈവത്തെ ഞാൻ നമസ്കരിക്കുന്ന ആ ഒരു കാര്യമാണ് നമ്മൾ ഈ വർഷിപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷിപ്പ് ഇന്ന് നമുക്ക് അസാധ്യമായി മാറിയിട്ടുണ്ട്. അതായത് ഇന്ന് ചർച്ചകളിൽ ഇത് തികച്ചും നമുക്കറിയാവുന്ന പോലെ ഈ ഒരു വർഷിപ്പ് അസാധ്യമാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ അവരൊരു യാഗം കഴിച്ചൊരു കൾട്ടിക് രീതിയിലാണ് കർത്താവിനെ കണ്ടുകൊണ്ടിരുന്നത്. അതായത് യാഗം കഴിക്കുന്നു, അപ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുന്നു വിശ്വസിച്ചു ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവിനെ ആത്മാവിലും സത്യത്തിലും എങ്ങനെ നമസ്കരിക്കും? ഈ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുക എന്നുള്ള വാക്ക് എങ്ങനെയോ ഈ പെന്തക്കോസ്ത് സഭകളിൽ അന്യഭാഷയുമായിട്ട് കണക്റ്റ് ആയിപ്പോയി. ആത്മാവിൽ എന്ന് പറയുമ്പോൾ മുഴുവനും അന്യഭാഷ. പക്ഷെ ആത്മാവിൻ്റെ ഉദ്ദേശം അന്യഭാഷ മാത്രമാണോ? ആത്മാവ് ആണ് നമുക്ക് ജീവിക്കാനുള്ള എല്ലാ പരിജ്ഞാനവും നൽകുന്നത്. തന്നെ അന്യഭാഷയിൽ ആരാധിക്കുക എന്നുള്ളൊരു വാക്ക് ബൈബിളിൽ ഒരിടത്തും ഇല്ല താനും. കാരണം അന്യഭാഷയിൽ ദൂത് പറയുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അന്യഭാഷയിൽ പാടുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നതിന്, ദൈവത്തോട് സംസാരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആരാധിക്കുന്നു എന്നുള്ളൊരു വിഷയം നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇന്നൊരു പൊതുവായ ധാരണ, ആരെങ്കിലും അന്യഭാഷ പറഞ്ഞതിനുടൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? അപ്പോൾ ആത്മാവെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു അന്യഭാഷ എന്നുള്ളത് തെറ്റാണ്. ആത്മാവ് തരുന്ന ഒരു ഫങ്ഷനാണ് അന്യഭാഷ. ആത്മാവ് അന്യഭാഷയേക്കാൾ എത്ര വലുതാണ്. അതെ, നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തരുന്ന ആത്മാവാണ്, നമ്മൾ വിശുദ്ധീകരണത്തിലേക്ക് നടത്തുന്ന ആത്മാവാണ്, ശക്തി തരുന്നത്, എല്ലാം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ ഇൻസൈറ്റുകളും തരുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഉടനെ അത് അന്യഭാഷയിൽ ആരാധിക്കുക എന്നുള്ള രീതിയിലേക്ക്, അതായത് ഹൃദയത്തിൽ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഇൻസ്പിറേഷൻ തന്നിട്ട് ആത്മാവിൽ ദൈവം കർത്താവിനെ വെളിപ്പെടുത്തിയിട്ട് ആ മഹത്വം എത്രയെന്ന് കണ്ടിട്ട് നമ്മൾ ഹൃദയത്തിൽ നിന്ന് ആരാധിക്കുന്നുള്ള രീതിയിലല്ലാതെ അന്യഭാഷ പറഞ്ഞാൽ നമ്മൾ ആരാധിച്ചു എന്നുള്ളൊരു ചിന്തയാണ് ഇന്ന് ഉള്ളത്, പൊതുവിലുള്ളത്. അപ്പോൾ ഈ അന്യഭാഷ എങ്ങനെ ഉണ്ടാവും? നമ്മൾ വേദപുസ്തകത്തിൽ നമ്മൾ അന്യഭാഷ ആത്മാവ് ഉച്ചരിക്കാൻ നൽകുന്നത് പോലെയാണ് അവർ സംസാരിച്ചത്. എന്നാൽ ഇന്ന് അന്യഭാഷ ഉണ്ടാകണമെങ്കിൽ അതിന് മ്യൂസിക് അക്കമ്പനിമെൻ്റ് വേണം, അതിൻ്റെ താളം കറക്റ്റായിരിക്കണം,
അത് താളം തെറ്റിപ്പോയ അന്വേഷ വരത്തില്ല. അപ്പം എന്നോട് ഒരാൾ പറഞ്ഞാണ്, ഇതൊരു കോണി പോലെയാണ് നമ്മൾ പാടുന്ന പാട്ട്. ഈ കോണിയിൽ കൂടെ കയറി നമ്മൾ അന്യഭാഷയിലോട്ട് എത്താൻ വേണ്ടിയാണ് ഈ പാട്ട് പാടുന്നത്. ഇതൊക്കെ തികച്ചും അൺബിബ്ലിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനോട് മധ്യത്തിൽ ഒരാൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, പ്രസംഗത്തിനിടയിൽ. അതായത് ഈ നമ്മുടെ ശരീരം കൊണ്ടാണ് ആദ്യം പാടുന്നത്, പിന്നെ നമ്മളത് നമ്മുടെ സോൾ, അതായത് ദേഹം, ദേഹി, ആത്മാവ്, അതിലേക്ക് ഇങ്ങനെ കയറിപ്പോകുന്ന ഒരവസ്ഥയാണ്. അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഈ വ്യാഖ്യാനങ്ങളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എല്ലാം നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചു നമുക്ക് വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ സ്വന്തം അനുഭവത്തിൻ്റെ ബേസിലായിരിക്കും നമ്മളങ്ങനെ ചിന്തിച്ചെടുക്കുന്നതാണ് അതില്ല. ചിന്തിച്ചെടുക്കുന്നത്. അപ്പോൾ ശരിക്കുമുള്ള ആരാധന എന്ന് പറയുന്നത് കുഞ്ഞാടിന് മഹത്വം കൊടുക്കാതെ നമ്മൾ എത്രയോ അന്യഭാഷ പറഞ്ഞു പോന്നാലും ആരാധനയാകുന്നില്ല എന്നുള്ളതാണ്. കാരണം പലരുടെ ഒരു ചിന്ത, ആരാധിച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ ഡ്രം അല്ലെങ്കിൽ ആ ഒരു പാട്ടിൻ്റെ ട്യൂൺ നിങ്ങൾക്ക് തന്ന ഉന്മാദത്തിൽ നിങ്ങളൊരു 5 മിനിറ്റ് നിങ്ങൾ സ്വയം ബോധമില്ലാത്തവനായി ഇരുന്നാൽ അതിനെ നിങ്ങൾ വർഷിപ്പ് എന്ന് പറയും. ആരാധന എന്ന് പറയുന്ന സ്വയംബോധം നഷ്ടപ്പെടുന്ന, സ്വയം ബോധം നഷ്ടപ്പെടുന്ന ആ ഉന്മാദമാണ്. ഇമോഷണൽ ഫ്രൻസിക്കാണ് പലരും എക്സ്റ്റസി. അപ്പോൾ എക്സ്റ്റസിയുടെ പ്രത്യേകത ഞാൻ വളരെ രസകരമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ എക്സ്റ്റസി ആരുടെ സ്റ്റേജിൽ നിന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതില്ലാത്തത് കൊണ്ട് എന്നോട് ഒരാൾ പറഞ്ഞു, പക്ഷേ സ്റ്റേജിൽ നിന്നാണ് അഭിഷേകം ഒഴുകേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒന്നാമത് വ്യക്തിപരമാണ് ആരാധന, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവിൽ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ്. പക്ഷേ ഇതെങ്ങനെ ഒരാൾക്ക് മറ്റൊരാളിൽ ഈ സ്റ്റേജിൽ നിന്ന് ഒഴുകുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകണം, അതോ സ്റ്റേജിൽ നിന്ന് ഒഴുകുന്ന അഭിഷേകമല്ല, ഉന്മാദമാണ്, എക്സ്റ്റസിയാണ്. അഭിഷേകം അങ്ങനെ അഭിഷേകം ഉയരത്തിൽ നിന്ന് വരുന്നതാണ്. സ്റ്റേജിൽ ഒഴുകുന്നതെന്ന് ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ ആ സങ്കീർത്തനത്തിൽ ഏതെങ്കിലും വാക്യമായിരിക്കും, അതായത് അഹരോന്റെ താടിയിലേക്ക് എന്നൊക്കെയുള്ള അത് വേറെ വിശകലനം വേണ്ട ഒരു പൗരോഹിത്യത്തിന്റെ ഭാഗമാണ്. അഹരോന്റെ താടിയിൽ നിന്ന് വരുന്ന അഭിഷേകം. യേശുക്രിസ്തുവിന്റെ തലയിലാണ് അഭിഷേകം ഉള്ളത്. നമ്മൾ അതിന്റെ അവയവങ്ങളായതുകൊണ്ട് നമ്മൾ അഭിഷിക്തരാണിലേക്ക് അഭിഷിക്തനല്ല, പക്ഷെ അഭിഷേകമുള്ളവരാണ്. അപ്പോൾ ഈ ഉന്മാദം പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ കഴിഞ്ഞാൽ അയാൾ നല്ല ആരാധന വർഷിപ്പ് ലീഡറായിട്ട് മാറി. ഇപ്പം ഞാൻ പ്രസംഗിച്ച് കഴിയുമ്പോൾ നിങ്ങളൊരു ഫ്രൻസിയിലോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് എങ്ങനെ ഈ ഫ്രൻസിയിലോട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രസം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ച് പറഞ്ഞാൽ ആർക്കും ഒരു ഫ്രൻസിയും വരില്ല. നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവം, നിങ്ങൾ ഇന്നലെ മരിച്ചു പോകേണ്ടതായിരുന്നു, എത്രയോ പേര് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു, നിങ്ങളിന്ന് ജീവനോടുണ്ട്, അത് ദൈവം നിങ്ങളെ കരുതിയതാണ്. അപ്പം എന്ത് ക്രൂരനായ ദൈവം മറ്റാരെയും കരുതാതെ എന്നെ മാത്രം കരുതിയ. അപ്പോൾ ഈ ഒരു പിക്ചർ, എന്നെ കരുതിയ ദൈവം എന്ന് വരുമ്പോഴേക്കും എനിക്ക് ഉന്മാദം ഉണ്ടാവുകയാണ്. കാരണം ഇതെല്ലാം മനുഷ്യൻ അവനോടുള്ള സ്നേഹത്തിൽ നിന്നാണ് ഈ ഉന്മാദം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്ന് ചർച്ചുകളിൽ പൊതുവെ ആരാധനയില്ല, ഉന്മാദം ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ഞാൻ ഉന്മാദം പല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലല്ല, മറ്റുള്ളവരുടെ ലൈഫ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ബുദ്ധമതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ പെട്ടെന്ന് ഈ എക്സ്റ്റസിലോട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോഴവിടെ പാട്ട് പാടി ഉടനെ ആൾക്കാർ ബോധം കെട്ടില്ല, നേരത്തോട്ടൊന്ന് വീഴുവാണ്. അവർ ചിരിക്കുന്നു, കരയുന്നു, ഇങ്ങനെ പലതരം പ്രതിഭാസങ്ങളാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, അദ്ദേഹം IPCയിലെ പാസ്റ്ററാണ്. അദ്ദേഹം വിചാരിച്ച് ഈ വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ദുരാത്മാവാണെന്നാണ് അദ്ദേഹം ട്രഡീഷണൽ കൺസെപ്റ്റ്. പിന്നെ മോഡേൺ ആൾക്കാർ പറഞ്ഞ് വീണ് കഴിഞ്ഞാൽ അത് വലിയൊരു ആത്മാവിൻ്റെ പ്രവർത്തനമാണെന്നാണ് ഇന്ന് കുറേ ആൾക്കാർ വിശ്വസിച്ചത്. അപ്പോൾ ആ പാവം മനുഷ്യൻ അയാൾ വിശ്വസിച്ചത് ഇത് ദുരാത്മാവാണ്. അപ്പോൾ വീണടക്കുന്ന ഒരാളുടെ തല്ലോട്ട് ചോദിച്ചു, നീ ആരാ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് അവൻ്റെ ഒറിജിനൽ പേരാ പറഞ്ഞു. അപ്പം ചെയ്സ്, എൻ്റെ പേര് ചെയ്സ് എന്നാണ്. എൻ്റെ തലയൊക്കെ വെച്ചിട്ട് നീ ആരാ ചോദിക്കുമ്പം ഞാൻ ചെയ്സാന്ന് പറഞ്ഞ് എന്നെ പുറത്താക്കാൻ പറ്റില്ലല്ലോ. എന്നെ പുറത്തായ പിന്നെ പോയല്ലോ, കഴിഞ്ഞു, കഥ കഴിഞ്ഞു. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല. അദ്ദേഹം ചോദിച്ചത് എന്തായി സംഭവിക്കുന്നത്, എന്തായി സംഭവം? ഞാൻ പറഞ്ഞത് ഉന്മാദം, വേറൊന്നുമില്ല, ദേ ആർ എംപ്റ്റി. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ നിന്നുകൊണ്ട് അവരോട്, അപ്പോൾ ഞാൻ ഒരുത്തനെ ഉന്മാദമുള്ള ഒരുത്തനെ വിളിച്ച്, കാരണം ഇത് എനിക്ക് എന്തെന്ന് മനസ്സിലാവും, ഞാനൊന്ന് കസേരയെ കൊണ്ടിരുത്തിയോണ്ട് സംസാരിച്ചു. അവൻ പകുതി ഉന്മാദത്തിലാണ് നേരെ സംസാരിക്കുന്നത്. ഇവനോട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അവൻ്റെ ഹൃദയത്തിലോട്ട് കയറിക്കോളും. കാരണം അങ്ങനെ അവൻ കണ്ടീഷൻഡാണ്. ഞാനോട് പറഞ്ഞു കൊടുത്തൊരു പിക്ചർ നീ സങ്കല്പിക്കാൻ പറഞ്ഞു, അതുപോലെ തന്നെ അവൻ. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ പാസ്റ്റർമാർ സ്റ്റേജിൽ നിന്ന് ഒരു ഉന്മാദം ഉണ്ടാക്കും, വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ ആ കൺട്രോളിങ് എടുക്കുകയാണ്. പിന്നെ അവരെന്ത് പറഞ്ഞാലും, നിങ്ങളുടെ വീട്ടിൽ അലമാര ഉണ്ടല്ലോ, അലമാര ഡോറെന്ന് പറഞ്ഞു കഴിയുമ്പം അതുണ്ടെന്ന് ഇവൻ
അവനങ്ങ് സമ്മതിച്ചേ പറ്റുള്ളൂ. അതെ. ഈ ഉന്മാദമാണ് ഇന്ന് ഇത്രയും മനോരോഗികളായ പെന്തക്കോസ്തുകാരെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം തുടർച്ചയായ എക്സ്റ്റസിയുടെ പ്രാക്ടീസ് അത് മനുഷ്യൻ്റെ സ്ഥിരബുദ്ധി നഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. കഞ്ചാവ് അടിക്കുന്ന പോലെയാണ്. കാരണം ഇന്ന് ആ ഉന്മാദം ഉണ്ടായ നാളെ അത് ഉണ്ടാകണം. ഇന്നത്തെ വർഷിപ്പത്ര ശരിയായില്ല. അതെ. സോ ഇത് ടോട്ടലി വഴിതെറ്റിപ്പോയ ഒരു രീതിയിലാണ് നമ്മൾ ഇന്നലെ. അതായത് വ്യക്തിപരമായ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ഉരുത്തിരിയുന്ന ദൈവത്തിന് കൊടുക്കുന്ന മഹത്വത്തിനേക്കാൾ ഉപരി സ്റ്റേജിൽ നിൽക്കുന്ന ആളുടെ കഴിവിൽ, വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ എൻകറേജ്മെൻറ്റിൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില പ്രകടനങ്ങളായി ആരാധന മാറി. അത് ആ പ്രകടനം ഇപ്പം നമുക്കിപ്പോൾ കർത്താവിൻ്റെ പ്രസൻസിൽ ഇരിക്കുന്നു, വ്യക്തിപരമായിട്ടിരിക്കുന്നു, കർത്താവിൻ്റെ പ്രസൻസിനകത്ത് ഞാൻ ഓവർവെൽംഡായി പോകുന്നു, ഒരു സാന്നിധ്യബോധം എനിക്ക് വരുന്നു. ഞാൻ ചിലപ്പം ഉറക്കെ കരഞ്ഞേക്കാം, ചിലപ്പോൾ അങ്ങനൊരു പോസിറ്റീവായിട്ടുള്ള ഉന്മാദം ഉണ്ടാകാം. ഉന്മാദം എപ്പോഴും തെറ്റല്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു പ്രസൻസിനകത്ത് ഞാൻ എക്സ്റ്റാറ്റിക് ആകാം. അതെ. പക്ഷെ അത് ക്രിസ്തുവിൻ്റെ ഒരു പരാമർശം പോലും ഇല്ലാതെയാണ് ഇത് സംഭവിക്കുന്നത്. ഈ മാത്രമല്ല, ക്രിസ്തുവിനെ പരാമർശിക്കുമ്പോൾ പോലും ഇത് ഓഫായി പോകും. പരാമർശിക്കുമ്പോൾ പോലും ഇവിടെ ലഭിച്ച ചില കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ മക്കളെ മാനിച്ചു, അല്ലെങ്കിൽ വിടുവിച്ചു, രോഗത്തിൽ നിന്ന് വിടുവിച്ചു, രോഗസൗഖ്യം നൽകി, ഇതെല്ലാം കറക്റ്റാണ്. ഇതെല്ലാം പക്ഷെ വ്യക്തിപരമായി ദൈവത്തിന് നന്ദി പറയാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ ഒരു ആരാധനയുടെ ആ നിലയിലേക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചൊരു മഹത്വം അർപ്പിക്കണമെങ്കിൽ രക്ഷയെന്നല്ലാതെ വേറെ എന്തെങ്കിലും കാര്യമുണ്ട്? ഇതിനകത്ത് വേറൊരു രസം എന്ന് വെച്ചാൽ ഈ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഓഫായി പോവാം. പിന്നെ അവർക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല. അതായത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രസംഗിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് ആരാധന വെളിപ്പെടുന്നില്ല. അതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനായിരുന്ന ഒരു കൂടിവരവിൽ ഒരു വ്യക്തി പറഞ്ഞ കാര്യം എന്നെ വളരെ വിഷമിപ്പിച്ചു. കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് എൻ്റെ ഉള്ളിൽ അത് ഇങ്ങനെ തങ്ങി നിൽക്കുക. അദ്ദേഹം പറഞ്ഞത്, ഇന്ന് ആത്മാവിൻ്റെ പ്രവൃത്തി തടയുന്ന ബൈബിൾ സ്റ്റഡികൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള 5 വിധത്തിലുള്ള ശുശ്രൂഷയും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇതെങ്ങനെയാണ് ഒന്നൊന്നിനെ തടയാൻ കഴിയും? ക്രിസ്തുവിനെക്കുറിച്ച് വെളിപ്പെടുത്തി പ്രസംഗിക്കുമ്പോൾ, രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ, കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ഓഫായി പോകുന്ന ആ സ്പിരിറ്റ് ഏതായിരിക്കും? യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവല്ല. അത് നമുക്ക് വ്യക്തമായിട്ട് പറയാം. തീർച്ചയായിട്ടും പറയാം. കാരണം നമുക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പം ഒരാളുടെ സ്പിരിറ്റ് ഓഫായി പോകുന്നു, അയാൾ നിസ്സഹായനായി പോകുന്നു, ക്ഷീണിച്ചു പോകുന്നു, തടസ്സപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നർത്ഥം എന്താണ്? അയാൾ വിവേചിക്കപ്പെട്ടിരിക്കുന്നു. അയാളുടെ സ്പിരിറ്റ് ബോഗസ് എന്ന് വിവേചിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ വചനം സകലത്തെയും വിവേചിക്കുന്നു. വചനം ഇരുവായത്തിലുള്ള വാള് പോലെ ആത്മാവിനെയും പ്രാണനെയും വിഭജിച്ച് കാണിക്കാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ പോലും വിവേചിക്കുന്ന ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ ഞാൻ തളർന്നു പോകുന്നു, എനിക്ക് വർഷിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് തികച്ചും ദൈവത്തിൻ്റെ ആത്മാവിനല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. എനിക്കത് വിസിബിളായിട്ടൊരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ദിവസം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെക്കുറിച്ചും രക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ശുശ്രൂഷയിലേക്കുള്ള സഹോദരൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ വെളിയിൽ നിൽക്കാം. അപ്പോൾ ആദ്യത്തെ സെഷൻ കഴിഞ്ഞു, 10 മിനിറ്റ് ബ്രേക്ക്, പിന്നെ അടുത്ത സെഷൻ തുടങ്ങാൻ പോവാം. അപ്പം ഒരാളവിടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ സെഷൻ ഞാൻ സംസാരിച്ച കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ച് പുള്ളി സംസാരിക്കും. അപ്പോൾ അതിനിടയിൽ അദ്ദേഹം പെട്ടെന്ന് അന്യഭാഷയിലോട്ട് മാറുന്നു. അപ്പം ഞാൻ എൻ്റെ കൂടെ നിന്ന് സഹോദരൻ പറഞ്ഞു, ഇനി പുള്ളി പറയുന്നത് എൻ്റെ പ്രസംഗമായിരിക്കില്ല. കാരണം അത് മാറി, ആ അന്തരീക്ഷം മാറി. അദ്ദേഹം പിന്നെ പറഞ്ഞത്, നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ എന്തായാലും ഈ അന്യഭാഷ അതുമായിട്ട് ഭയങ്കര കണക്കിലാണ്. ഇപ്പം ഞാൻ ഇത്രയും പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഈ മനുഷ്യൻ അന്യഭാഷയ്ക്ക് എതിരാണ്. ശരിക്കും ഞാൻ സംസാരിക്കുന്നത് ഈ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ചുള്ള പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ്. അത് ശാന്തമായൊരു പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ്. അവിടെ ഒരു എക്സ്റ്റസി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും ഞാൻ അന്യഭാഷ പറയുന്ന ആളാണ്, ഞാൻ വിശ്വസിക്കുന്ന ആളുമാണ്. പക്ഷേ മെക്കാനിക്കലി ഇൻഡ്യൂസ്ഡ് ആയിട്ട് ഉള്ള ടങ്സ് ഇന്ന് സംസാരിക്കുന്ന ക്രിസ്തു ഇല്ലാത്ത, അതാണ് നമ്മുടെ പ്രശ്നം. ക്രൈസ്റ്റ് ഈസ് നോട്ട് ഗ്ലോറിഫൈഡ്. അതിന് ആത്മാവിൻ്റെ ഒരു വരമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് പരിചയത്തുനിന്ന് വരാമല്ലോ. ഏത് അന്യഭാഷ പറയും. അതായത് ക്രിസ്തുവിനെ ഉയർത്താതിരിക്കുമ്പോഴും ഇത് സംഭവിക്കുന്നുവെങ്കിൽ അത് പരിചയത്തിൽ നിന്നല്ലേ? പരിചയത്തിൽ നിന്ന് ഹാബിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മനുഷ്യനോടെ ഒരു പമ്പിൽ, ഒരു പെട്രോൾ പമ്പിനടുത്ത് നിൽക്കുക. അപ്പോൾ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ന്യൂസ് പറയും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് നമ്മളിങ്ങനെ സാധാരണ ചില പഴയ പാട്ടുകളൊക്കെ നമ്മുടെ വായിൽ വരുന്ന പോലെ ഇങ്ങനെ വായിൽ വരുന്നതാണോ അതോ ആത്മാവ് പ്രേരിപ്പിച്ചിട്ടാണോ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു.
പെട്ടെന്ന് പുള്ളി ഇത്തിരി സത്യസന്ധത ഉള്ളിലുള്ള ആളായിരുന്നുണ്ട്. പുള്ളി പറഞ്ഞു, അയ്യോ ഞാനൊന്നും ആലോചിക്കാതെ പറയുന്നു. ഞാൻ പറഞ്ഞു നിർത്തിക്കോളാൻ പറഞ്ഞു ഇപ്പം തന്നെ ഇങ്ങനത്തെ പരിപാടി. ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കാതെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയാതെ, അല്ലെങ്കിൽ ഉച്ചരിക്കാൻ വാക്കുകൾ തരാതെ ഏതെങ്കിലും ഒരു അന്തരീക്ഷം ശരിയായപ്പോഴേക്കും പെട്ടെന്ന് ക്ലിക്കാകുന്ന അതല്ല അന്യഭാഷ എന്ന് പറയുന്നത്. അന്യഭാഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഉച്ചരിക്കാൻ തരണം. അതൊരു പർപ്പസ് ഉണ്ട്. അത് ഹാബിറ്റിൽ നിന്ന് വരുന്നതല്ല. അല്ല, ചില ഭയം ഒക്കെ ഉള്ളിൽ ചിന്തകൾ വരുമ്പോൾ ഉടനെ അന്യഭാഷ പറയുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അതായത് ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുക, മനുഷ്യൻ ചിന്തിക്കുന്നവനാണല്ലോ. അപ്പം എന്തെങ്കിലും ഒരു ഭയകരമായ ചിന്ത വരുമ്പോൾ ഉടനെ ഇവിടെ എല്ലാത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിശ്വാസം ശരിയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നുള്ളതാണ്. ഈ ഒരു ടങ് സ്പീക്കിംഗ് പോലും പെർമനൻ്റ് അല്ല. അതെന്നും പറയണമെന്നില്ല. അത് നമുക്ക് ദൈവിക കാര്യങ്ങൾ, ദൈവികമായ മർമ്മങ്ങൾ അന്യഭാഷ ഇല്ലാതെ തന്നെ മനസ്സിലാകുന്ന പരിജ്ഞാനത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് അന്യഭാഷ ഇല്ലാതെ തന്നെ നമ്മളോട് സംസാരിക്കും. അതിനിടയിൽ ഒരു കാര്യം കൂടെ, അതായത് ഈ കഴിഞ്ഞ ദിവസം കേട്ട ഒരു കാര്യം, അതായത് ദൈവത്തിൻ്റെ കർത്താവ് തന്ന വാഗ്ദത്തം. അപ്പം അതിനോടനുബന്ധത്തിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഏറ്റവും വലിയ വാഗ്ദത്തം എന്താണ് എന്ന് പറഞ്ഞത് അത് നിത്യജീവനാണ്. എന്നാൽ ഈ ഒരു പ്രസംഗം ഞാൻ കേട്ടപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഏറ്റവും വലിയ വാഗ്ദത്തം പരിശുദ്ധാത്മാവാണ്. അത് കേൾക്കുമ്പോൾ നമുക്കത് ശരിയാണെന്ന് തോന്നും. രണ്ടാമത്തെ വാഗ്ദത്തം കർത്താവിൻ്റെ വരവാണ്. ഈ ആദ്യത്തെ വാഗ്ദത്തം പ്രാപിക്കാത്ത ഒരാൾ രണ്ടാമത്തെ വാഗ്ദത്തത്തിൽ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞൊരു വ്യാഖ്യാനം. ശരിക്കും പറഞ്ഞാൽ അത് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവരുദ്ദേശിക്കുന്നതല്ല ആത്മാവ് എന്നുള്ളതാണ്. അതെ ഞാൻ പറയാം, ആത്മാവ് നമുക്ക് തരുന്നതാണ് നിത്യജീവൻ. അതെ, അല്ലെങ്കിൽ നിത്യജീവന് വേണ്ടിയല്ലേ ആത്മാവ് നൽകുന്നത്? ആത്മാവ് ജീവിപ്പിക്കും. കർത്താവ് പറഞ്ഞ വാഗ്ദത്തതാണ്. അതെ, സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്. അപ്പോൾ ആത്മാവാണ് വാഗ്ദത്തം എന്ന് പറയുന്നത്, നിത്യജീവനാണ് വാഗ്ദത്തം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. പക്ഷെ അവരുദ്ദേശിക്കുന്ന ആത്മാവ് വേറെയാണ്. അവരുദ്ദേശിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത് ഈ ടങ് സ്പീക്കിംഗിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് കിട്ടുന്നയാളെന്നുള്ള രീതി. അപ്പോൾ ആ അർത്ഥത്തിലല്ല, യേശുക്രിസ്തുവിന്റെ ജീവൻ പ്രാപിക്കുന്ന ഒരു വാഗ്ദത്വം, അതാണ് ആത്മാവിന്റെ വാഗ്ദത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മാവ് അല്ലെങ്കിൽ ആ ആത്മാവിന്റെ നിറവിൽ അന്യഭാഷ പറയുന്ന ആ ഒരു ഭാഗം മാത്രം ആരാധന എന്ന് വന്നതുകൊണ്ട് പലപ്പോഴും ആരാധിക്കുന്നില്ല. പിന്നെ ആ പാട്ട് മാത്രമാണ്, അല്ലാതെ പ്രസംഗിക്കുമ്പോൾ അന്യഭാഷ പറയുന്നില്ലല്ലോ. അപ്പോൾ ആ പാട്ടിൻ്റെ ആ 20 മിനിറ്റ് ആരാധന എന്നത്, പാട്ടിന് 20 മിനിറ്റ് എന്നുള്ളതിനേക്കാളും പാട്ടിനകത്ത് ആരാധന ഉണ്ടാകാം. ചില പാട്ടുകൾക്കകത്ത് നമ്മുടെ വർഷിപ്പാണ്. അതെ, ഇപ്പം പാടി പുകഴ്ത്തിടാം ദൈവദേവനെ പുതിയതാം കൃപകളുടെ എന്നത്തെ ആരാധനയ്ക്കുള്ളൊരു ആഹ്വാനമാണ്. ഇപ്പോൾ സ്തോത്രം അങ്ങനെ ചില പാട്ടുകളുണ്ടല്ലോ, സ്തോത്രമേശുവേ, അത് ശരിക്കും ദൈവത്തെ സ്തുതിക്കുന്നൊരു പാട്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഞാനൊരു ചർച്ചയിലിരിക്കുമ്പം അവർ പാടിയ പാട്ട്, ഈ വർഷിപ്പ് ചെയ്യാൻ വേണ്ടി പാടിയ പാട്ട്, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണ്ടെന്ന് രക്ഷിതാവിൻ വേല ചെയ്തില്ല. അപ്പോൾ എല്ലാവരും കൈയടിച്ച് നല്ലപോലെ പാടുന്നുണ്ട്. അപ്പോൾ പാടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആ പാസ്റ്റോട് ചോദിച്ചു, ഇതെന്താണ് ഈ വർഷിപ്പിന് ഈ പാട്ട് പാടിയത്? കാരണം ദൈവത്തോട് നമ്മളൊന്നും പറയുന്നില്ലല്ലോ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണ്ടെന്ന് രക്ഷിതാവിൻ വേല ചെയ്തില്ല. ഇവിടെ എവിടെയാണ് വർഷിപ്പുള്ളത്? അപ്പോൾ ഇവരെൻ്റെ സുഹൃത്തുക്കളാണ്, വളരെ നല്ല. അപ്പോൾ ഈ പാസ്റ്റർമ്മ ഈ വർഷിപ്പ് ശരിയായില്ല എന്നുള്ള രീതിയിലാണ് കേട്ടത്. അപ്പോൾ പാസ്റ്റർ അകത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിക്കുക അതിന്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അത് എൻ്റെ ഭാര്യ അങ്ങനെ അങ്ങ് എടുത്ത് ആ പാട്ട് എടുത്തതാണ് അത്. അപ്പോൾ ഈ പാസ്റ്റർമ്മ വെളിയോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിക്കുക, ഞാൻ പാട്ടെടുത്ത് എൻ്റെ കുഴപ്പമാണ്, നിങ്ങൾ ശരിക്കും കൈയിരിക്കാത്തതുകൊണ്ടല്ലേ ആരാധന വരാക്കും. അപ്പോൾ എന്താണ് ബേസിക്കലി വർഷിപ്പിന്? നമുക്ക് വർഷിപ്പ് പാട്ട് പോലും വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പാട്ട്. ഇപ്പോൾ കൺവെൻഷനൊക്കെ ആൾക്കാർ പാടുന്നൊരു പാട്ടുണ്ട്, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ നീ പോരാത്തവന്, ഞാൻ പോരാത്തവനാണ്. അവിടെ എവിടെയാണ് വർഷിപ്പുള്ളത്? പക്ഷെ അത് മതി. അന്യഭാഷയായി. ഇത് പ്ലസ് അന്യഭാഷ ഈസ് വർഷിപ്പ്. എവിടെയാണ് കുഞ്ഞാടിനെ മഹത്വപ്പെടുത്തിയത്? എവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തെ പ്രസ്താവിച്ചത്? ഇന്ന് ഒരു ചർച്ചിൽ പോയി 3 മണിക്കൂർ ഇരുന്നാൽ യേശുക്രിസ്തു നമുക്കായി മരിച്ചു എന്നൊരു വാക്ക് കേൾക്കാനില്ല. പിന്നെ എങ്ങനെയാണ് വർഷിപ്പ് ചെയ്യുന്നത്? അതല്ലേ 12:1 റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ NIV വെർഷനിൽ ആ ട്രാൻസ്ലേഷൻ വളരെ അർത്ഥവത്തായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇവിടെ മലയാളത്തിൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. പക്ഷേ ഇംഗ്ലീഷിൽ വന്നേക്കുന്നത്, NIV-യിൽ വന്നേക്കുന്നത് സബ്മിറ്റിംഗ് യുവർ ബോഡീസ് ആസ് ലിവിങ് സാക്രിഫൈസ് ഹോളി ആൻഡ് അക്സെപ്റ്റബിൾ. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് കൊടുത്തേക്കുക, ദിസ് ഈസ് ട്രൂ ആൻഡ് പ്രോപ്പർ വർഷിപ്പ്. ഇതാകുന്നു സത്യവും യുക്തവുമായ ആരാധന. അതായത് നമ്മുടെ ശരീരങ്ങളെന്നാണ് പറഞ്ഞേക്കുന്നെങ്കിലും നമ്മുടെ മുഴുവൻ ജീവിതവും, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, അതെ, നമ്മുടെ ജീവിതം, കണ്ണ്, മൂക്ക്, ഇതിലൂടെല്ലാം നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ
ജീവിക്കുന്ന ആ ജീവിതമാണ് ശരിക്കുമുള്ള ട്രൂത്തിലുള്ള വർഷിപ്പ്. ആ വർഷിപ്പ് നമ്മുടെ ലൈഫ് മുഴുവൻ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതെ. അപ്പം ജീവിതം മുഴുവൻ നമ്മൾ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, കർത്താവേ എനിക്ക് ഈ ലോകം വേണ്ട, നിന്റെ രാജ്യം മതി എന്ന് പറയുന്ന വർഷിപ്പാണ്. കാരണം എന്താ? ഞാൻ ഈ ലോകത്തെക്കാളും വിലയേറിയതായി, മഹത്വമുള്ളതായി, വർത്തിയായി ദൈവത്തെ കാണുന്നതാണ്. അപ്പം അത് വെറുതെ പറയാൻ വെറുതെ ലൈഫിലൂടെ പറ്റത്തുള്ളൂ, ലൈഫിലൂടെ മാത്രമേ പറ്റൂ. അപ്പോൾ അതൊരു വർഷിപ്പാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള വർഷിപ്പ്. എന്നാൽ അതോടൊപ്പം തന്നെ സഭ അസംബിൾ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, പേഴ്സണലായിട്ടും ഉണ്ട്. ഇപ്പോൾ സഭ ഒന്നിച്ച് കൂടുമ്പോൾ നമ്മൾ എങ്ങനെ വർഷിപ്പ് ചെയ്യുന്നത്? പുതിയ നിയമത്തിൻ്റെ വർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ ദ സാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. ആ കുഞ്ഞാട് അറുക്കപ്പെട്ടതിനാൽ എനിക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറാനുള്ള പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അവിടെ ഒരു മഹാപുരോഹിതൻ എനിക്കുണ്ട്. അവിടെ ആ മഹാപുരോഹിതൻ്റെ രക്തം അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ എനിക്ക് ജീവൻ്റെ ഒരു പുതുവഴി തുറന്നിരിക്കുന്നു. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ സഭകളിൽ ചെയ്യുന്നത് അപ്പവും പാനപാത്രം ഒരുക്കി വെച്ച് സ്തോത്രം ചെയ്യാണ്. എന്താ ഓർക്കുന്നത്? യേശുവിൻ്റെ മരണത്തെ പ്രസ്താവിക്കും. കർത്താവ്, നീ മരിച്ചില്ലായിരുന്നെങ്കിൽ, നീ ഞങ്ങളുടെ സ്ഥാനത്ത് നിൻ്റെ ജീവനെ വെച്ച് തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്നും ദൂരെയുള്ളവരും അടുത്തു വരാൻ പറ്റാത്തവരും പരദേശികളുമായിരിക്കുമായിരുന്നു. പക്ഷേ കർത്താവെ, നീ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി മാറിയതിനാൽ ഞങ്ങൾ ഇന്ന് ധൈര്യമായി അകത്തേക്ക് കടന്നു വന്ന് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. അപ്പോൾ വർഷിപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ്. അതുകൊണ്ട് അപ്പം നുറുക്കിക്കൊണ്ടാണ് ആരാധിക്കുന്നത്. അപ്പം പുതിയ നിയമത്തിൻ്റെ വർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ ക്രൈസ്റ്റ് സാക്രിഫൈസ്. നമ്മുടെ ലൈഫിലെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ അവയവങ്ങൾ കൊണ്ടുള്ള വർഷിപ്പ്, അതും ബേസ് ചെയ്ത് തന്നെയാണ്. യേശു ക്രിസ്തു എനിക്ക് അതാ ഇവിടെ പറയുന്നല്ലോ, therefore I urge you brethren by the mercies of God. അതായത് ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിക്കുകയാണ് 11 അധ്യായങ്ങളും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ യാഗത്തെ ഓർത്താണ് ഞാൻ ജീവിക്കുന്നത്. ആ യാഗത്തെ ഓർത്താണ് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നത്. വേറെ ഒരു തരത്തിൽ എനിക്ക് കർത്താവിൻ്റെ അടുത്തോട്ട് ഇന്ന് സ്തോത്രം ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഓൺലി ബിക്കോസ് ഓഫ് ദ സാക്രിഫൈസ്. അതുകൊണ്ടാണ് വെളിപ്പാട് ദിവസത്തിൽ നമ്മൾ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ആരാധിക്കുന്നതായിട്ട് കാണുന്നത്. ഇപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നതും നമ്മൾ വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നതും പുതിയ നിയമ വർഷിപ്പ്, പഴയ നിയമത്തിലെ പിതാക്കന്മാർ യാഗം കഴിച്ച് അവർ ദൈവത്തെ സ്തുതിച്ചതുപോലെ അല്ല. യേശു ക്രിസ്തു നമുക്ക് യാഗം കഴിച്ചതിനാൽ ഇനി നമുക്ക് യാഗം കഴിക്കേണ്ട കാര്യമില്ല. നമ്മുടെ അപ്പം നുറുക്കി യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രസ്താവിച്ചുകൊണ്ട് അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒന്നായി ചേർന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ഞങ്ങളെ വീണ്ടെടുക്കുകയും നിത്യമായ വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടേതല്ലാത്ത മെറിറ്റിനാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് എത്ര വലിയവനും മഹോന്നതനുമെന്ന് ഞങ്ങൾ അറിയുന്നു. ആ അറിവാണ്, പരിജ്ഞാനത്തിലാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. അപ്പോൾ വർഷിപ്പ് എന്ന് പറയുന്നത് അങ്ങോട്ട് വരണം. ക്രിസ്തു മഹത്വപ്പെടും, ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ക്രിസ്തു ചെയ്തത് ഇതെന്ന് പറയുമ്പോൾ ടെമ്പറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, പെർമനന്റ് ആയിട്ട് നമുക്ക് വേണ്ടി ചെയ്ത രക്ഷയെ ഓർത്താണ് നമ്മൾ വർഷിപ്പ് ചെയ്യും. അപ്പം അങ്ങനെ അല്ലാത്ത വർഷിപ്പുകളൊന്നും വർഷിപ്പല്ല. നമ്മളൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. പല ആൾക്കാർക്ക് വർഷിപ്പിനകത്ത് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, വർഷിപ്പ് നല്ല ഒരു അനുഭവമായിരുന്നു. കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ പറഞ്ഞു, ഞങ്ങൾക്കിന്ന് നല്ലൊരു വർഷിപ്പ് തന്നതിനായിട്ട് സ്തോത്രം. അത് സ്ഥിരം നമ്മൾ പറയുന്നത്, അത് അറിഞ്ഞോ അറിയാതെ പറയുന്നത്. അപ്പം ആരാർക്ക് ഒരു ചോദ്യം ചിന്തിക്കുന്ന നല്ലൊരു ആരാധന ഞങ്ങൾക്ക് ലഭിച്ചതിനായ ആരാധന ആർക്കിലും. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഉന്മാദത്തെയാണ് ഇവർ ആരാധന എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശരിക്കും കൺട്രോൾ പോയാൽ നല്ല ആരാധന, നല്ലപോലെ ഇന്ന് വേർത്ത്. പക്ഷെ ദൈവത്തിന് തിരിച്ചെന്ത് കൊടുത്തു അത് ചിന്തിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം കൊടുത്തോ? കുഞ്ഞാടിനെ ഓർത്തോ? കുഞ്ഞാടിൻ്റെ യാഗത്തെ ഓർത്തോ? ഇവിടെയാണ് നമ്മൾ ആ വർഷിപ്പ് ശരിയാകാത്തോളം നമ്മുടെ ഒരു ഉപദേശം ശരിയാവുകയില്ല, നമ്മുടെ സഭകൾ ശരിയാവില്ല. അപ്പോൾ അത് ഈ 2 മണിക്കൂറോ 20 മിനിറ്റോ അല്ല, അത് 24/7 ലൈഫാണ് ശരിക്കുള്ള വർഷിപ്പ്. പക്ഷെ കോർപ്പറേറ്റ് വർഷിപ്പ് എന്ന് പറയുന്നത് സഭയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത സമയമുണ്ട്. പക്ഷെ അതിനകത്ത് തന്നെ 20 മിനിറ്റിന്റെ ആ സെഷൻ അല്ല, ദ എൻറ്റയർ 2 hours വർഷിപ്പാണ്. ഇനി അത് മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും അത് തരണേ ഇത് തരണേ എന്ന് പറയുന്നതിന് പകരം, കർത്താവെ നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു, നീ എന്നെ രക്ഷിച്ചതിനായി, എനിക്കിങ്ങനൊരു ഭാര്യയെ തന്നതിനായി, മക്കളെ തന്നതിനായി, ആ പരാജയങ്ങളെല്ലാം ഉണ്ടെങ്കിലും കർത്താവെ നീ ഇതിനെല്ലാം പുള്ളി യജമാനനായിരിക്കുന്നത്. അതെ, ദൈവത്തെ നമ്മളെപ്പം വർഷിപ്പ് ചെയ്യുന്നു, അത് യേശുക്രിസ്തുവിൻ്റെ യാഗത്തെ ഓർത്തും അവൻ നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ വിശുദ്ധീകരണത്തിനായുള്ള നന്മകളെ ഓർത്തും നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യുമ്പം നമ്മൾ ഭയങ്കരമായിട്ട് വിടുവിക്കപ്പെടുമോ? ഇപ്പോൾ ഭാര്യയും ഭർത്താവും എപ്പോഴും മഴക്കാണെ ഭാര്യയെ ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ അവൾക്ക് ഒന്ന് മിക്കവാറും തീരും. കർത്താവ് തന്നല്ലേ.
അപ്പോൾ എല്ലാറ്റിനകത്തും ഈ വർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാറ്റേൺ ആയിട്ട് മാറുമ്പോൾ വി ആർ ഡെലിവേർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുവരെയും ആരാധന, വർഷിപ്പ്, യഥാർത്ഥ വർഷിപ്പ് എന്താണ് എന്നുള്ളത് നാം ചിന്തിക്കുകയായിരുന്നല്ലോ. ഈ ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, അതുപോലെ നമ്മുടെ ജീവിതത്തെ തന്നെ ഒരു ആരാധനയായ ദൈവത്തിന് സമർപ്പിക്കാനും കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വചനത്തിന് മുമ്പിൽ വീണ്ടും ആയിരിക്കാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. യാഗമായി ഞങ്ങളുടെ ജീവിതം തന്നെ അങ്ങയുടെ സന്നദ്ധയിൽ അർപ്പിപ്പാൻ, അങ്ങക്ക് പ്രസാദമുള്ള യാഗമായി ആരാധനയെ അർപ്പിപ്പാൻ, ഞങ്ങളുടെ ക്രൂശനെ ധ്യാനിപ്പാൻ, അത് കേവലം ചില നിമിഷങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ജീവിതം തന്നെ 24/7 365 days യാഗമായുള്ളൊരു ജീവിതം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളുടെ കേൾവിക്കാരെയും ഒരുക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.